ഭാഗം 15. ഒരു മാസം പെട്ടെന്ന് നീങ്ങി. സിയാട് കല്യാണത്തിനുള്ള തിരക്കുകളായിരുന്നു. പിന്നെ ഡ്രസ്സ് എടുക്കലും കല്യാണം വിളിയും ഒക്കെയായി സിയാടൊപ്പം മിശ്രിയായും ആവേശത്തിലായി. അജുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനെ വിടാമെന്നും താൻ വരില്ലെന്നും ഉമ്മ പറഞ്ഞു. അക്കാര്യത്തിൽ നിർബന്ധിക്കാൻ അവൾക്ക് പരിമിതികളുണ്ടായിരുന്നു. മുഹസിൻ്റെ വീട്ടിലേക്ക് മാമാനെ കൊണ്ടാണ് വിളിപ്പിച്ചത്. ഇടയ്ക്കെപ്പോഴോ അമ്മായിൻ്റെ മുഖത്തുള്ള അതൃപ്തികൾ അവൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം സിയ കുളിക്കാൻ കയറിയപ്പോൾ അവൾ അമ്മായിയുടെ അടുത്ത് ചെന്നു. എന്താണ് പ്രശ്നം? അവൾ അമ്മായിയുടെ കട്ടിലിലേക്കിരുന്നു. എനിക്കെന്ത് പ്രശ്നം? അവരുടെ മുഖത്തേക്ക് ചുളിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. മുനീർ ഖാൻ്റെ ഉമ്മ അത്ര കുഴപ്പക്കാരിയൊന്നുമല്ല, അതോർത്ത് പേടിക്കണ്ട. അതല്ല, അവളെ കെട്ടിച്ച് വിടുന്നതിൻ്റെ വിഷമാണേൽ നീ നിന്റെ പാട് നോക്കു നൈസു. അവരൊക്കെ കുറേ സ്വാതന്ത്ര്യം തന്നു കരുതി എന്നെ നന്നാക്കാൻ വരണ്ട. വേണ്ടെങ്കിൽ വേണ്ട, പ്രശ്നം അറിഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കാലോന്ന് കരുതി അവൾ പുറത്തേക്ക് നടന്നു. നീയാണ് പ്രശ്നം. ഞാനോ? നീ മുനീറിന്റെ കൂടെ എൻ്റെ മോളെ ചതിക്കുവല്ലേ? അവനെ സ്നേഹിച്ചിട്ട് അജുവിൻ്റെ പേരിൽ കല്യാണം മുടങ്ങിയപ്പോൾ സിയാനെ കെട്ടിക്കുന്നു. അതും അവൻ്റെ വീട്ടിൽ പോയി നീ സംസാരിച്ചിട്ട്. നിങ്ങൾക്ക് രണ്ടാക്കും പ്രേമിച്ച് നടക്കാൻ എൻ്റെ മോള് ഒരു മരയായിട്ട് വേണോ അല്ലേ? അവൾ ഒരു ചെറിയ ചിരിയോടെ അവരെ നോക്കി. ഇങ്ങനെയൊക്കെയുള്ള ഊഹാപോഹങ്ങളിൽ എത്ര ജീവിതം തകർന്നോന്നറിയോ അമ്മായി? നേരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് ആലോചന കൊണ്ടുവന്നത് അമ്മായിയല്ലേ? അന്നും എനിക്ക് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഇത് ഇത്ര നീണ്ടുപോയതും. അപ്പോ അവൻ എന്തിനായിരുന്നു കാത്തിരുന്നേ? എന്നിട്ട് നിങ്ങൾ രണ്ടാളും കളിച്ചു നടക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. നീ അവൻ്റെ കൂടെ കാറിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്ലാസ് പൊക്കിട്ടിട്ട് പോയാൽ ആരും കാണില്ലെന്ന് കരുതിയോ? നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോയവരായതുകൊണ്ടാ ഞാൻ സംസാരിക്കാഞ്ഞ്. ഇപ്പോ നിന്നോടുള്ള എൻ്റെ മോളുടെ വിശ്വാസം നീ മുതലെടുക്കുക. നിനക്ക് പിന്നെ എന്തിന് കല്യാണം കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അതല്ലേ ബന്ധുക്കാരങ്ങ് കോഴിക്കോടും നിന്ന് വരെ ആയത്. അയാളുടെ അല്ലേ മോൾ, അപ്പോ ഒരെണ്ണത്തിൽ നിൽക്കില്ലല്ലോ. മറുപടി പറയാൻ നോക്കിയ മിശ്രിയ വാതിൽക്കൽ നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന സിയായെ കണ്ട് വല്ലാതെയായി. ഒന്നും പറയാതെ പോവാൻ ഇറങ്ങി അവളെ വലിച്ച് വയറിൽ കൈ ചുറ്റി നിർത്തിയിട്ട് അവൾ അമ്മായിയെ നോക്കി. മുനീർക്കാടെ ഉപ്പാനെ കാണാൻ ഒറ്റ തവണ ഞാൻ അന്യരുടെ കാറിൽ പോയിട്ടുണ്ട്. എന്നെ പെങ്ങളായി കാണുന്ന ആളുടെ കൂടെ പോകാൻ എനിക്ക് പേടിയൊന്നുമില്ല. ആ ഇക്ക ഇവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അത് അവിടുത്തെ ഉപ്പാക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കൊടുത്തു എന്ന് മാത്രം. ഇത്രയും മറുപടി തന്നത് നിങ്ങൾ ഇവളുടെ ഉമ്മ ആയി പോയത് കൊണ്ടാ. അല്ലായിരുന്നേൽ നിങ്ങൾ പോയി പണി നോക്കുന്ന് ഞാൻ പറഞ്ഞേനെ. അരിശത്തോടെ പറഞ്ഞിട്ട് അവൾ സിയാടെ നേരെ നോക്കി. അപ്പോഴേക്കും ഉമ്മ അകത്തേക്ക് വന്നു. നാത്തൂനെ, 21 കൊല്ലമായി അന്യർ പോയിട്ട്. ഇതുവരെ ഒരുത്തൻ്റെ കൂടെ പോവാത്ത എൻ്റെ കൂടി മോളല്ലേ അവൾ. അതിൻ്റെ ഗുണം അവൾക്കും ഉണ്ടാവില്ലേ? മുനീറിന്റെ വീട്ടിൽ പോയ ദിവസം എന്നോട് ചോദിച്ചിട്ടാ അവൾ പോയത്. ഇങ്ങനെ അപവാദം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കല്ലേ. നിങ്ങളൊക്കെ വിശ്വസിച്ച് ഒരുപാട് വേദനിപ്പിച്ചതാ ഞാൻ അവളെ. നിറഞ്ഞ കണ്ണോടെ ഉമ്മ പറയുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. താങ്ക് യു എന്ന് ചുണ്ടനക്കിയിട്ട് സിയാനെ വലിച്ച് പറമ്പിലേക്ക് നടന്നു. ഇന്നുവരെ ഒന്നിനും വേണ്ടിയിട്ടും പിണങ്ങാത്തവളാ സിയ. എന്നെ വിശ്വാസം ഇല്ലേ നിനക്ക്? മുനീർ ഖാന് വിശ്വാസം ഇല്ലേ നിനക്ക്? അവളുടെ കവലിൽ കൈ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ പുഞ്ചിരിച്ചു. 100% വിശ്വാസമാണ്. ഒരു വാക്ക് കൊണ്ടുപോലും നീ എന്നെ പറ്റിക്കില്ലെന്നറിയാം. ഇവർ ഇങ്ങനൊക്കെ പറഞ്ഞാൽ നീ എന്നിൽ നിന്ന് അകന്നു പോകുന്നേ ഞാൻ പേടിച്ചുള്ളൂ. മിശ്രിയുടെ കണ്ണുകളൊന്നു പെടഞ്ഞു. 100%? എന്നാൽ സിയ, ഒരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം മറച്ചു. അത് നമ്മുടെ മൈക്രോ പ്രോസസ്സർ ക്ലാസ് എടുത്തത് മൂസിൻ സർ അല്ല, നിന്റെ സൂഫിയാണെന്നല്ലേ? മിശ്രിയ നെട്ടി. നിനക്കറിയായിരുന്നോ? ഇല്ലടാ. സാറിൻ്റെ സൗണ്ടിൽ തോന്നാത്ത മുടക്കത്തെ പറ്റി ഓർത്തപ്പോൾ സൂം ആപ്ലിക്കേഷൻ്റെ കുഴപ്പമാണെന്ന് കരുതിയേ. അന്ന് സിയാക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ സൗണ്ട് മനസ്സിലായി. നീ എന്നിട്ട് ഭാവിച്ചില്ലല്ലോ. അവളൊന്നു ചിരിച്ചു. എന്തിന്? കല്യാണം ആലോചിക്കുവാനോ? എൻ്റെ നിക്കാഹ് കഴിഞ്ഞില്ലേ? എന്നെ ഇത്രയും സ്നേഹിക്കുന്ന മുനീർ ഖാനെ കിട്ടിയില്ലേ? പിന്നെ അത്യാവശ്യത്തിന് പോലും സംസാരിക്കാത്ത ആ സൂഫി എനിക്ക് വേണ്ട. ആ ശബ്ദം നിനക്ക് വേണ്ടി സംസാരിച്ചോളൂ. സിയാനെ കണ്ണീരോടെ കെട്ടിപ്പിടിച്ച് അവൾ നടന്നു. കല്യാണത്തിന് അജു തലേ ദിവസം തന്നെ എത്തി. അവളോട് സംസാരിക്കാൻ സമയമില്ലായിരുന്നു. ആ കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് തന്നെ പന്തലൊരുക്കാനും വിളമ്പാനും ലൈറ്റ് അറേഞ്ച്മെന്റ്സിനെല്ലാം അവൻ ഓടി നടന്നു. എല്ലാവർക്കും ഉമ്മ കട്ടൻ കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ
അവൾ മുകളിൽ നിന്ന് എത്തി നോക്കി. ഒരു ഗ്ലാസ് അവന്റെ കയ്യിലേക്ക് കൊടുത്തു ഒരു പുഞ്ചിരി നൽകുന്നത് കണ്ടപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അവന്. പിറ്റേ ദിവസം പിങ്ക് ആൻഡ് വൈറ്റ് അനാർക്കലിയിൽ സുന്ദരിയായി ഒരുങ്ങി വന്ന മിശ്രിയായെ സിയ കളിയാക്കി വാരി. ആ സൂഫിയൊന്ന് നോക്കിയിരുന്നെങ്കിലല്ലേ ഇതിൽ പ്രയോജനമുള്ളൂ. അവൾ ആ മോതിരം മാത്രമായി വലതു കൈയിൽ ചൂണ്ടുവിരലിൽ ഇട്ടിരുന്നു. ഓഡിറ്റോറിയത്തിൽ അവൾ താഴെ നിൽക്കുമ്പോഴാണ് അവൾ സ്റ്റേജിൽ സിയാന്റെ അടുത്ത് നിൽക്കുന്ന ആരിഫായെ കണ്ടത്. പാഞ്ഞു ചെന്ന് ഇത്താനെയും കുഞ്ഞിനെയും ഞെക്കി സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ട് അവർ അമ്പരുന്നു. മിശ്രിയ അങ്ങനൊരു അടുപ്പം സിയാനോടല്ലാതെ ആരോടും കാട്ടുന്നത് ആരും കണ്ടിട്ടില്ല. സൽമോന്റെ മുഖത്ത് കുശുമു കണ്ട സിയ പറഞ്ഞു, കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടൂ. അവരുടെ വീട്ടിൽ കൊടുക്കുന്ന സ്നേഹം ഇത്താത്ത കണ്ടിട്ടില്ലല്ലോ. അതാണ്. അപ്പോഴേക്കും ഐദർ ഖാന്റെ കൈകളിൽ പിടിച്ചോണ്ട് മുഹസിനും കേറി വന്നു. അവരുടെ പിറകിലേക്ക് എത്തി നോക്കുന്ന മിഷ്രിയായെ സിയ ഒന്നു നുള്ളി. മുഹസിന്റെ ഇംപ്രൂവ്മെന്റ് നോക്കി കാണുമായിരുന്നു അവൾ. ഒരു സ്റ്റിക്ക് മാത്രം മതി. സന്തോഷത്തോടെ നോക്കുമ്പോൾ അവൻ കണ്ണടച്ച് ചിരിച്ചു. ഭക്ഷണം കഴിക്കാനായി പോകുമ്പോൾ അവൾ മുഹസിനെ തോണ്ടി. ഹല, മറ്റേ ആളെന്തേ? ആരാ, നിന്റെ സൂഫിയോ? ഷ്, പതുക്കെ. അവൾ ചുറ്റും നോക്കി. ഈ പേരെവിടുന്ന് കിട്ടി? അതൊക്കെ അറിഞ്ഞു. എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ടവന്. അവൾ ചമ്മി ഒരു ചിരിച്ചിരിച്ചു. നീ കല്യാണം വിളിക്കാത്തോണ്ടാ അവൻ വരത്തെ. മാമയല്ലേ വിളിച്ചേ? എന്റെ കല്യാണം ഞാൻ കാര്യമായിട്ട് വിളിക്കാം. അത് ഞങ്ങൾ കൊണ്ടുവന്നോളാം, അവൻ ചിരിയോടെ പറഞ്ഞു. മൂസിനെ എല്ലാം അറിയാവുന്നത് കൊണ്ടോ എന്തോ തുറന്ന് സംസാരിക്കുന്നതിൽ അവൾക്ക് പേടിയില്ലായിരുന്നു. ഹൂവ, നിങ്ങളുടെ അനിയൻ സന്യസിക്കാൻ പോവാണെന്നാ എനിക്ക് തോന്നുന്നേ. ശരിക്കും ഒരു സൂഫി. അവളുടെ നിരാശ മുഖത്ത് വായിച്ചെടുക്കാമായിരുന്നു. ഹെഡോ, അവന് തിരക്കും ആ ആൾക്കൂട്ടമൊന്നും ഇഷ്ടമല്ല, അതാ വരാത്തത്. ഹാ ശരി. അപ്പോഴേക്കും ആരോ അവളെ വിളിച്ചോണ്ട് പോയി. മുനീറിന്റെ റിലേഷനിലുള്ള ഒരു ഇത്ത ആയിരുന്നു അത്. ആ പയ്യനെന്താ ഇവിടെ? അജുവിനെ ചൂണ്ടി ചോദിച്ചപ്പോൾ അഭിമാനത്തോടെ അവൾ പറഞ്ഞു, എന്റെ അനുജനാണ്. ശരിക്കും? അതെ. അവന്റെ സ്കൂളിനെ പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് സംശയം തോന്നി. ഇത്ത അവനെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ അവർ അവളെ കയ്യും പിടിച്ച് അവന്റെ അടുത്തേക്ക് നടന്നു. എന്നെ അറിയോ അജിംസ് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മുഖം വിളർന്നത് കണ്ട് മിസ്. ഭാഗ്യം, മറന്നിട്ടില്ല. അവരുടെ പുച്ഛം കേട്ടപ്പോൾ ഇത്താടെ മുഖത്ത് വിരിയുന്ന ഭാവത്തെ അവൻ പേടിയോടെ നോക്കി. അവരുടെ നേരെ അരുത് എന്ന് തലയാട്ടിയപ്പോൾ അവൾ ചോദിച്ചു, എന്താ മിസ്സേ? അപ്പോഴേക്കും അജു അവളെ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് പാർക്കിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞ പോരെ, നിക്ക് അജു, ടീച്ചർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. അവൾ തിരിഞ്ഞു നോക്കി. രണ്ട് തോളിലും പിടിച്ച് അജു ഒരു കാറിലേക്ക് അവളെ അമർത്തി ചേർത്ത് നിർത്തി. ഞാൻ പറയട്ടെ ഇത്താ പെണ്ണെ, ഞങ്ങളെ പറ്റിച്ചതുപോലെ എന്ത് നുണയാ നിന്റെ ഇത്താനെ വിശ്വസിപ്പിക്കാൻ പോകുന്നത്? അവർ അടുത്തേക്ക് വരുന്നത് കണ്ട് അവന്റെ മുഖത്തെ രക്തമയം ഇല്ലാതാകുന്നതും തല കുനിയുന്നതും കണ്ട് അവളുടെ ചങ്ക് പിടച്ചു. തോളിൽ നിന്നെടുത്ത കൈയിൽ പിടിച്ച് ഒരു കൈ കവിളിൽ ചേർത്ത് കൊണ്ട് ചോദിച്ചു, എന്താടാ നീ എന്ത് കുഴപ്പം ഉണ്ടാക്കിന്ന? ഇതേ സമയം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റ് പുഷ്ബാക്ക് ചെയ്ത് കിടക്കുവായിരുന്നു ഫറൂഖ്. കുട്ടികളും കൂടെ ഇല്ലാത്തോണ്ട് കല്യാണം കൂടിയില്ലെങ്കിലും നിർബന്ധമായി വരണമെന്ന് പറഞ്ഞ് മൂസിൻ കൊണ്ടുവന്നതാണ്. അവർ വരുന്നതുവരെ വണ്ടിയെടുത്ത് എവിടെയെങ്കിലും പോകാൻ വെച്ചപ്പോൾ ഐദർക്ക് കൂടെ വരുമെന്ന് പറഞ്ഞു. ആൾക്കും കല്യാണം കൂടാൻ ഇഷ്ടമാണല്ലോന്ന് കരുതി അവിടെ കടന്നുറങ്ങാൻ പ്ലാൻ ചെയ്യുവായിരുന്നു. അപ്പോഴാണ് ഒരുത്തൻ നഫീസയെ വലിച്ചോണ്ട് വരുന്നത്. അവൾ ടെൻഷനാവുന്നതും തിരിഞ്ഞു നോക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എന്തോ കുഴപ്പമാണല്ലോന്ന് ഓർത്ത് നിവർന്നിരുന്നു. ആ പയ്യന്റെ മുഖം കാണാൻ വയ്യ. അവളെ കാറിലേക്ക് ചേർക്കുന്നതും തോളിൽ കയ്യിൽ അമർത്തുന്നതും ഒക്കെ കണ്ട് ഉള്ളുവിരച്ചു. അവളെ രക്ഷിക്കാനായി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവൾ അവന്റെ കവിളിൽ കൈ ചേർക്കുന്നത് കാണുന്നത്. അവളുടെ മുഖത്ത് കാണുന്ന ദയനീയതയും സങ്കടവും ആ പയ്യന് വേണ്ടി ആണെന്ന് കണ്ടപ്പോൾ അവിശ്വസനീയതയോടെ ഫറൂഖ് കണ്ണുകളെ ഇറുകി അടച്ചു. ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് ചാടി. തുടരും.